പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് ആശ. ഞാൻ വൈക്കം ഉല്ലല ലിറ്റിൽ ഫ്ലവർ ഇടവകാംഗമാണ്. ഞാൻ 2023 ജൂലൈ 30 ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. അതിനു മുൻപ് കൃപാസനത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ വല്യമ്മച്ചിയും എല്ലാവരുമൊക്കെ ഇവിടെ ഉടമ്പടി ധ്യാനം കൂടാൻ വരികയും ഉടമ്പടി എടുക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ വിവാഹശേഷം ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി ആയപ്പോൾ, മെറിറ്റ് കൊണ്ട് നേടാൻ പറ്റാത്ത ചില കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായപ്പോഴാണ് മാതാവ് എന്നെ കൃപാസനത്തിലേക്ക് വിളിച്ചത്. ഞാനിവിടെ ഉടമ്പടിയിൽ 6 നിയോഗങ്ങളാണ് വെച്ചത്. അതിൽ 2 നിയോഗങ്ങൾ എനിക്ക് സാധിച്ചു കിട്ടിയിട്ടുണ്ട്. അതല്ലാതെയും ഉടമ്പടിയിൽ വെക്കാത്ത പല കാര്യങ്ങളും സാധിച്ചു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കിട്ടിയ എൻ്റെ മക്കൾക്ക് കിട്ടിയ രോഗസൗഖ്യമാണ് ഞാൻ ആദ്യം പറയുന്നത്. ഇതെൻ്റെ മക്കളാണ്, ട്വിൻസാണിവർ, ഏഞ്ചൽ, ജുവൽ. ഇതിൽ മൂത്ത ആൾക്ക് എപ്പോഴും അലർജി പ്രശ്നമായിരുന്നു. അതായത് എല്ലാ മാസവും ഈ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങുക, കുഞ്ഞിന് ചുമയും തുമ്മലും ഛർദിയൊക്കെ വന്ന് രാത്രി ഉറങ്ങാൻ പോലും കഴിയാതെ ഇരുന്ന് കഴിക്കുന്ന ഫുഡടക്കം രാത്രി പോയി ഛർദിച്ച് ആകെ അവശതയായിട്ട് പിന്നീട് ഒരാഴ്ച സ്കൂളിൽ പോലും പോകാൻ പറ്റത്തില്ലായിരുന്നു. ഒരു അക്കാഡമിക് ഇയറിൽ ഏറ്റവും കൂടുതൽ ലീവ് എടുത്തിട്ടുള്ള ചിലപ്പോൾ എൻ്റെ മോളായിരിക്കും. അപ്പോൾ അതാകെ വിഷമിച്ചു. മരുന്ന് കഴിക്കും, ഡോക്ടർ പറയും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അത് ആസ്മയാകും, ശ്വാസം മുട്ടലാകും, അതുകൊണ്ട് ICH കോട്ടയത്തിലേക്കൊക്കെ മോളെ കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. മോളാണെങ്കിൽ പഠിക്കാൻ നല്ല ബ്രൈറ്റുമാണ് ആൾ. ഇങ്ങനെ ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് പഠനത്തെയൊക്കെ ബാധിക്കുമല്ലോ, അത് പെൺകുട്ടിയാണല്ലോ എന്നൊക്കെ ഓർത്തിട്ട് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് വന്ന് എല്ലാ ദിവസവും രാത്രി മോൾക്ക് നെഞ്ചത്തും നെറ്റിയിലും വയറിലും എല്ലാം ഞാൻ ഉടമ്പടി തൈലം പുരട്ടാൻ കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ തേൻ കുഞ്ഞിന് കൊടുക്കുമായിരുന്നു. ഇവർ പരീക്ഷകളിൽ പോകുമ്പോഴും സ്കൂളിൽ പോകുമ്പോഴും ഞാൻ കൊടുക്കാൻ മറന്നുപോയാലും പിള്ളേർ വന്നിട്ട് പറയും അമ്മേ ഞങ്ങൾക്ക് തേൻ താ, അല്ലെങ്കിൽ ഉപ്പ് താ, എണ്ണ തേച്ച് താ എന്നൊക്കെ പറയും. അങ്ങനെ തുടർച്ചയായിട്ട് ചെയ്തതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ അവളുടെ അലർജി പ്രശ്നം കംപ്ലീറ്റ്ലി മാറി. ആളിന് അതിന് ഒത്തിരി റിക്കവറായിട്ടുണ്ട്. ഈശോയെ നന്ദി, മാതാവേ നന്ദി. രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ ഇളയ മോൾ ജുവലിന് അഡിനോയിഡിൻ്റെ ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അവൾക്കൊരു 7 വയസ്സ് മുന്നേ തുടങ്ങിയതാണ്, 2 വർഷത്തിന് മുന്നേ. അപ്പോൾ അവൾ രാത്രി കിടക്കുവാൻ നേരത്ത് എനിക്ക് ചെവി അടഞ്ഞു പോകുന്നമ്മേ, ശ്വാസം കിട്ടുന്നില്ല, തലയൊക്കെ ഭയങ്കര വേദന എന്നൊക്കെ പറയുമായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ബാമൊക്കെ തേച്ച് കൊടുക്കും. അങ്ങനെയൊക്കെ ആയി ഒരു രക്ഷയില്ലാണ്ട് അപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവർ പറഞ്ഞു അഡിനോയിഡിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്, അപ്പോൾ അത് നമുക്ക് മാറിയില്ല എങ്കിൽ സർജറി ചെയ്യേണ്ടി വരും, 7 വയസ്സിൽ കഴിഞ്ഞ് വീണ്ടും നിൽക്കുവാണെങ്കിൽ സർജറി ചെയ്യേണ്ടി വരുമെന്ന് ഡോക്ടർ പറഞ്ഞു. ഞാൻ വീട്ടിൽ വന്ന് ചൊവ്വാഴ്ച അച്ഛൻ്റെ ധ്യാനം കൂടിക്കൊണ്ടിരുന്നപ്പോൾ രോഗസൗഖ്യ പ്രാർത്ഥനയിൽ ഞാൻ എൻ്റെ മോളെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ മോളെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് അച്ഛൻ ഒരു മെസ്സേജ് ആ ധ്യാനത്തിലൂടെ പറഞ്ഞു, അഡിനോയിഡുള്ള ഒരു വ്യക്തിയെ, മൂക്കിലൂടെ ദശ വളരുന്ന ഒരു വ്യക്തിയെ ഈശോ സ്പർശിക്കുന്നുണ്ട് എന്ന് അച്ഛൻ്റെ ഒരു മെസ്സേജ് കിട്ടി. ഞാനപ്പോൾ അത് എൻ്റെ മോളാണെന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ഈശോയോട് പ്രാർത്ഥിച്ചു. അപ്പം അച്ഛൻ്റെ ആ മെസ്സേജ് വഴി പിന്നീട് ഒരിക്കലും എൻ്റെ മോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുമില്ല. എനിക്ക് അതിനുവേണ്ടി ഒരു മരുന്നൊന്നും മോൾക്ക് കൊടുക്കേണ്ടി വന്നിട്ടില്ല. ഈ നിമിഷം വരെ മോള് സൗഖ്യപ്പെട്ടിരിക്കുകയാണ്, മോൾക്ക് ഒരു കുഴപ്പമില്ല. മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഇളയ മകൻ, അവന് 4 വയസ്സാണ്. അവന് കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ കിടന്ന് ഭയങ്കര കരച്ചിൽ തന്നെ കരച്ചിൽ. ആളിന് കുറച്ച് സ്പീച്ച് ഡിലേ ഒക്കെ ഉണ്ട്. അപ്പോൾ വയറ് തൊട്ടിട്ടാണ് കരയുന്നത്, ഫുഡ് കഴിക്കുന്നില്ല, കരച്ചിൽ തന്നെ കരച്ചിൽ. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവർ പറഞ്ഞു ICH മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു മോൻ്റെ വയറിൽ കുടലുകൾ തമ്മിൽ കെട്ടിപ്പിണഞ്ഞ് കിടന്ന് അങ്ങനെ ഒരു ചെറിയൊരിത് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് സർജറി ഇതൊക്കെ ആവശ്യമായിട്ട് വരും, നമുക്ക് ഒരു അൾട്രാസൗണ്ട് സ്കാൻ കൂടെ ഒന്ന് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കയ്യിൽ, എൻ്റെ ബാഗിൽ ഞാൻ എപ്പോഴും ഉടമ്പടി കാശുരൂപവും ഉടമ്പടി തൈലവും എപ്പോഴും ഞാൻ കരുതിയിട്ടുണ്ടാവും. അപ്പോൾ മെഡിക്കൽ കോളേജിലൊക്കെ സ്കാനിങ്ങിന് എഴുതി തന്നപ്പോൾ ഞാൻ ആ സ്കാനിങ്ങിൽ എഴുതി തന്ന പേപ്പറിൽ ഉടമ്പടി തൈലം പുരട്ടി വിശ്വാസ പ്രമാണം ചൊല്ലി എൻ്റെ കുഞ്ഞിൻ്റെ വയറ്റിൽ അത് പുരട്ടി സ്കാൻ ചെയ്യാൻ മോനെ ആ റൂമിലേക്ക് കയറ്റിയപ്പോൾ അവൻ അടങ്ങിക്കിടക്കുന്നില്ല, ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു മോനെ ഒന്ന് പിടിക്ക്, നമുക്കൊന്ന് സ്കാൻ ചെയ്യണമെന്ന്. അപ്പം ഞാൻ അവനെ അമർത്തി പിടിച്ചുകൊണ്ട് ഉടമ്പടി തൈലം പുരട്ടി കാശുരൂപം മുറുക്കെ പിടിച്ചുകൊണ്ട് ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് സ്കാനിങ് കഴിഞ്ഞപ്പോൾ റിപ്പോർട്ട് വന്നു, കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല, വയറുവേദന ഒന്നുമില്ല, ചെറിയൊരു ഗ്യാസിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ, കുടലുകൾ തമ്മിൽ അങ്ങനെ കെട്ടിപ്പിണഞ്ഞ് അങ്ങനെ അസ്വസ്ഥതകളൊന്നും ഇല്ല എന്ന് പറഞ്ഞു.
എൻ്റെ മക്കൾക്ക് കിട്ടിയ ഈ രോഗസൗഖ്യത്തിന് ഈശോയ്ക്ക് 1000 നന്ദി. ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇവിടുന്ന് പത്രം വാങ്ങിച്ചുകൊണ്ട് പോവും. അടുത്തുള്ള വീടുകളിൽ മാത്രമല്ല, ഓട്ടോ സ്റ്റാൻഡിലും കടകളിലൊക്കെ കൊടുക്കും. എന്നെ കാണുമ്പോൾ ഓട്ടോ സ്റ്റാൻഡിലുള്ളവർ പറയും, ദേ വരുന്നുണ്ട് എന്ന് പറയും. അവർ എന്നെ കാണുമ്പോൾ പരിഹസിച്ചിരിക്കും. പക്ഷേ എന്നാലും ഞാൻ കൊടുക്കും. ചിലർ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു വാങ്ങിക്കും, മോളെ എനിക്ക് കിട്ടിയില്ല, ഒരെണ്ണം തരുമോ, ഇതിന് പൈസയൊക്കെ വേണോ എന്നൊക്കെ ചോദിക്കും. ഞാൻ പറഞ്ഞു, പൈസയൊന്നും വേണ്ട ചേച്ചി, ഞാൻ തരാമെന്നും പറഞ്ഞ് കൊടുക്കും. വേറെ ചിലർ പരിഹസിച്ച് വാങ്ങിക്കും. എന്നാലും ഞാൻ വേണ്ടവർക്കൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ വീടുകളിൽ മാത്രമല്ല, കടകളിലും ചിലപ്പോൾ ഞാൻ ക്യാൻസർ സെൻറ്ററിൽ ഹോസ്പിറ്റലിലും ഒക്കെ കൊണ്ട് ഞാൻ പത്രം കൊടുത്തിട്ടുണ്ട്. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്യുന്നതിൽ നമ്മുടെ അടുത്ത ഒരു ഓൾഡ് ഏജ് ഹോമുണ്ട്. അവിടെയുള്ള അമ്മമാർക്ക് ഫുഡ് എത്തിച്ചു കൊടുക്കും. ഞാനും 3 കുഞ്ഞുങ്ങളും മാത്രമേ വീട്ടിലുള്ളൂ. അപ്പം എനിക്ക് ഒറ്റയ്ക്ക് അത്രയും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ചിലപ്പം ഞങ്ങളുടെ അടുത്ത് തന്നെ ഞങ്ങളുടെ ഒരു വല്യപ്പച്ചൻ്റെ മോൻ കാറ്ററിംഗ് നടത്തുന്നുണ്ട്. അദ്ദേഹത്തോട് പറഞ്ഞിട്ട് ഫുഡൊക്കെ റെഡിയാക്കി അമ്മമാർക്ക് കൊണ്ടുപോയി കൊടുക്കും. കുട്ടികളുടെ ബർത്ത്ഡേ ഒക്കെ വരുമ്പോഴാണെങ്കിലും അവിടെ പോയി ആഘോഷിക്കാറുണ്ട്. പിന്നെ പലവ്യഞ്ജന സാധനങ്ങളും അതൊക്കെ എത്തിച്ചു കൊടുക്കും. ക്യാൻസർ പേഷ്യൻസിൻ്റെ ഡൊണേഷന് വേണ്ടിയിട്ട് അതിനും പൈസയൊക്കെ കൊടുക്കും. പിന്നെ ഡ്രസ്സൊക്കെ ഒരുപോലെ തന്നെ ഓർഫനേജിലൊക്കെ എത്തിച്ചു കൊടുക്കാറുണ്ട്. ആത്മീയപരമായിട്ട് ഒത്തിരി ഉയരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പണ്ട് എൻ്റെ വിവാഹത്തിന് മുമ്പ് ഈശോയോടും അമ്മയോടൊക്കെ ഒത്തിരി അടുത്തിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ കല്യാണശേഷം കുഞ്ഞുങ്ങളൊക്കെ ആയി കുറച്ച് തിരക്കും ബിസിയൊക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് കുറച്ച് ഈശോയിൽ നിന്നൊന്ന് വിട്ടകന്നോ എന്നൊരു സംശയമുണ്ട്. അപ്പോൾ ഈശോയോട് അടുക്കാൻ ഈശോ ഓരോ കാര്യങ്ങൾ ഇപ്പോഴായിരിക്കും ചിലപ്പോൾ എനിക്ക് ഒരു പ്രതിസന്ധിയൊക്കെ തന്നപ്പോൾ ഈശോയെ ഞാൻ ഓർത്ത് വീണ്ടും ഞാൻ ഈശോയുടെ അടുത്തിരിക്കുകയാണ്. ഈശോ എൻ്റെ ജീവിതത്തിൽ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും 1000 നന്ദി.